ഹലോ മക്കളെ, ഈ വീഡിയോയിൽ നമ്മുടെ 9ാം ക്ലാസ് ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ ചലന നിയമങ്ങൾ ഫുള്ളായിട്ട് പഠിക്കാൻ പോകുന്നില്ല. ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഫുൾ ചാപ്റ്റർ ഇല്ലല്ലോ, കുറച്ച് പോർഷൻസേ ഉള്ളൂ. ആ കുറച്ച് പോർഷൻസ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് വരാൻ പോകുന്ന പോർഷൻസ് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് തൽക്കാലം ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചിട്ടൊന്ന് പോയേക്കുക. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ബാക്കി ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ഫുള്ള് പഠിക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം 3ാമത്തെ ചാപ്റ്ററിന് ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോവുക. പരീക്ഷ ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കോൺസെപ്റ്റ് ആണ് എഫക്റ്റീവ് ഫോഴ്സ് അഥവാ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയും. രണ്ടും സെയിം തന്നെ കേട്ടോ. സഫല ബലം അഥവാ പരിണിത ബലം എന്ന് പറയും. എന്താ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു വടംവലി കോമ്പറ്റീഷൻ, 2 ടീമുണ്ട്. ഇപ്പുറത്തെ ഒരു ടീം അങ്ങോട്ട് വലിക്കുന്നു, ഇപ്പുറത്തെ ടീം ഇങ്ങോട്ട് വലിക്കുന്നു. ഇപ്പുറത്തെ ടീം, ദാറ്റ് ഇസ് റൈറ്റ് സൈഡിലെ ടീം അങ്ങോട്ടേക്ക് വലിക്കുന്ന 30 ന്യൂട്ടൺ ഫോഴ്സിലാണ്. എന്നാൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഈ ഒരു ടീം ലെഫ്റ്റിലേക്ക് വലിക്കുന്ന വെറും 20 ന്യൂട്ടൺ ഫോഴ്സിലാണ്. സിമ്പിൾ ചോദ്യം, ഈ ഒരു വടത്തിന്റെ മുകളിൽ, ഓക്കെ, ഈ റോപ്പിന്റെ മുകളിലെ എഫക്റ്റീവ് ഫോഴ്സ് സഫല ബലം എത്രയാണ്, അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കാം. ഒറ്റയടിക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും 30ഉം 20ഉം 50 ന്യൂട്ടൺ ആണെന്ന് പറയും. പക്ഷേ അതിൽ പ്രശ്നമുണ്ട്. കാരണം 30 ന്യൂട്ടൺ റൈറ്റിലേക്കാണ്, 20 ന്യൂട്ടൺ ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡയറക്ഷനും കൂടി നോക്കണം. നമ്മൾ പൊതുവെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ റൈറ്റ് സൈഡിലെ ഇങ്ങോട്ട് പോസിറ്റീവായിട്ട് എടുക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റോപ്പിന്റെ വടത്തിന് മുകളിലെ എഫക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി 2 ഫോഴ്സ് ഉണ്ട്. F1 എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട്, F2 എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട്. F1 നമുക്ക് ഈ 30 ന്യൂട്ടണായിട്ട് എടുക്കാം, F2 നമുക്ക് എന്ത് ചെയ്യാം, ഈ 20 ന്യൂട്ടണായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ F1 എന്താന്ന് പറയും, F1 നമ്മൾ 30 ന്യൂട്ടൺ അല്ലേ, നമ്മൾ 30 എടുത്തിട്ടുണ്ട്. മാത്രമല്ല 30 ന്യൂട്ടൺ റൈറ്റിലേക്ക് ആയതുകൊണ്ട്, നമ്മൾ റൈറ്റിലേക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ 30 തന്നെ എഴുതി വെക്കും. എന്നാൽ F2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഫോഴ്സ്, ഇതാ ഈ F2 എന്ന് പറഞ്ഞ ആരായിരുന്നു, രണ്ടാമത്തെ ഫോഴ്സ് 20 ന്യൂട്ടൺ ആണ്. അതെങ്ങോട്ടാണ്, അത് റൈറ്റിലേക്കല്ല, അത് ലെഫ്റ്റിലേക്കാണ് ആ ഫോഴ്സ് ഉള്ളത്. ഇങ്ങോട്ടല്ലേ ഇവർ വലിക്കുന്നത്, ലെഫ്റ്റിലേക്ക് നമ്മൾ നെഗറ്റീവായി എടുത്തതുകൊണ്ട് ഈ F2 എന്ന് പറഞ്ഞ ഫോഴ്സിനെ -20 എന്ന് എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 30 - 20 10 ന്യൂട്ടൺ ആണ് ഈ ഒരു വടത്തിന് മുകളിലെ സഫല ബലം അഥവാ എഫക്റ്റീവ് ഫോഴ്സ് എന്ന് കിട്ടും. വിച്ച് ഈസ് കറക്റ്റ്. കാരണം ആലോചിച്ച് നോക്കടോ, 30 ന്യൂട്ടൺ ഇവിടുന്ന് ഇവരങ്ങോട്ട് വലിച്ചു, 20 ന്യൂട്ടൺ ഇവർ ഇങ്ങോട്ട് വലിച്ചു. ഈ വടത്തിന് മുകളിൽ എഫക്റ്റീവ്ലി എത്ര ഉണ്ടാവുള്ളൂ, 30 അങ്ങോട്ട് 20 ഇങ്ങോട്ടും ആണെങ്കിൽ 10 അല്ലേ ഉണ്ടാവുള്ളൂ എഫക്റ്റീവ്ലി ഉണ്ടാവുക അല്ലെ. 10 ന്യൂട്ടണിലായിരിക്കും റൈറ്റിലേക്ക് എന്താണ് സഫല ബലം ഉണ്ടാവുക അവസാനം. അത് ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇത് ബേസ്ഡ് മാത്രം പരീക്ഷ ചോദ്യം വരും. ഓക്കെ, എങ്ങനെയായിരിക്കും ചോദ്യം വരിക, ഒരു ഒബ്ജക്റ്റിൻ്റെ പിക്ചർ, കഴിഞ്ഞ വർഷമൊക്കെ പരീക്ഷയിൽ വന്നാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ പിക്ചർ തരും. ഒരു ഒബ്ജക്റ്റ്, അവൻ്റെ മാസ് എം ആണെന്ന് വല്ലതും പറയും, അല്ലെ 10 കിലോ എന്തോ പറയും, മാസ് വിഷയമുള്ള കാര്യമില്ല. 2 ഫോഴ്സ് ഉണ്ട്, ഒന്ന് 10 ന്യൂട്ടൺ അങ്ങോട്ട് 10 ന്യൂട്ടൺ ഇങ്ങോട്ട്. ഇവൻ്റെ മുകളിലുള്ള സഫല ബലം എന്താണെന്ന് എക്സാമിൽ ചോദിക്കും. സിമ്പിൾ ചോദ്യമായിരിക്കും. എങ്ങനെ കണ്ടുപിടിക്കുക, സിമ്പിൾ. F1 + F2 എന്ന് പറഞ്ഞ ഫോഴ്സ് എഴുതുക. ഇവനെ F1 എന്ന് വിളിക്കാം, ഇവനെ F2 എന്ന് വിളിക്കാം. F1 എത്രയാടോ, 10 ന്യൂട്ടൺ റൈറ്റ് സൈഡിലേക്കാണ്, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോസിറ്റീവ് എടുക്കുക, 10 ന്യൂട്ടൺ. F2 എന്താണ്, F2ഉം 10 ന്യൂട്ടൺ തന്നെയൊക്കെയാണ്. പക്ഷേ പ്രശ്നം എന്താണ്, അത് ലെഫ്റ്റിലേക്കാണ് F2 എന്ന് പറഞ്ഞ ഫോഴ്സ്, ലെഫ്റ്റിലേക്ക് നമ്മൾ നെഗറ്റീവ് എടുക്കും. സോ -10, 10 - 10 0, വിച്ച് മേക്ക് സെൻസ്. കാരണം അങ്ങോട്ടേക്ക് 10 ഇങ്ങോട്ടേക്ക് 10 ആണ്. ഇവൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവില്ല, എഫക്റ്റീവ്ലി ഫോഴ്സ് ഉണ്ടാവില്ല, അവൻ അനങ്ങില്ല. ശരില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അനങ്ങുമോ ഇല്ല. ദാറ്റ് ഈസ് എഫക്റ്റീവ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റണം. മാത്രമല്ല ഇങ്ങനെ ചോദിക്കാം, ബാലൻസ്ഡ് അല്ലാത്ത രീതിയിൽ ഇങ്ങനെയും വരാം, കുഴപ്പമില്ല. ഒരെണ്ണത്തിന് F1 എന്ന് വിളിക്കുക, മറ്റൊന്ന് F2 എന്ന് വിളിക്കുക. F1 എത്രയായിരിക്കും ഉണ്ടാവുക, 20 ന്യൂട്ടൺ ആണ്, റൈറ്റ് സൈഡിലേക്കാണ്, പ്ലസ് തന്നെയാണ്. F2 എത്ര ഉണ്ടാവുക, 10 ആണ്, പക്ഷേ ലെഫ്റ്റിലേക്കാണ് 10. സോ നമ്മൾ എന്ത് ചെയ്യും, F2നെ -10 എടുക്കും. 20 - 10 = 10 ന്യൂട്ടൺ ആണ് കിട്ടാൻ പോകുന്നത് എഫക്റ്റീവ് ഫോഴ്സ്. ഇതിൻ്റെ മുകളിൽ 10 ന്യൂട്ടൺ. എങ്ങോട്ടായിരിക്കും 10 ന്യൂട്ടൺ ഉണ്ടാവുക, ആരാണോ ഇതിൽ വലിയ ഫോഴ്സ് അവൻ്റെ ഡയറക്ഷനിലായിരിക്കും 10 ന്യൂട്ടൺ എഫക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കാൻ പറ്റണം. മാത്രമല്ല വേറൊരു പേരും കൂടെ ഇവിടെ നിങ്ങൾ പഠിച്ചു വെച്ചോ. 2 ഫോഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്ഡ് ആയി വരുമ്പോൾ, ഒരേപോലത്തെ 2 ഓപ്പോസിറ്റ് ഫോഴ്സസ് വരുമ്പോൾ, 10ഉം 10ഉം ഒരേപോലത്തെ ഫോഴ്സാണ്, ഒരേ വാല്യൂ ഉള്ള ഫോഴ്സാണ്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ എഫക്റ്റീവ് ഫോഴ്സ് 0 ആവില്ലേ. ഇങ്ങനത്തെ ഫോഴ്സസിനെ നമ്മൾ വിളിക്കും ബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് വിളിക്കും. ബാലൻസ്ഡ് ഫോഴ്സ് അഥവാ സന്തുലിത ബലങ്ങൾ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും 10 ആയി വരുമ്പോൾ. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് 20ഉം അവിടുന്ന് ഇങ്ങോട്ട് 10 ഉള്ളൂ എങ്കിൽ ഇത് ബാലൻസ്ഡ് ആണോ, അല്ല, ഇത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് അല്ലേ. അതിന് നമ്മൾ എന്താ വിളിക്കുക, അതിന് നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സ് അഥവാ അസന്തുലിത ബലങ്ങൾ എന്ന് വിളിക്കും. സന്തുലിതമല്ലാത്ത അല്ല അസന്തുലിത ബലങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കും ഇത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. എഫക്റ്റീവ് ഫോഴ്സ് നോക്കിയാൽ മനസ്സിലാവും. എഫക്റ്റീവ് ഫോഴ്സ് 0 ആണ്, ബാലൻസ്ഡ് ആയിരിക്കും. എഫക്റ്റീവ് ഫോഴ്സ് 0 അല്ല, വല്ല 10 ന്യൂട്ടണോ 20 ന്യൂട്ടണൊക്കെ ആണെങ്കിൽ അത് അൺബാലൻസ്ഡ് ആയിരിക്കും വരാൻ പോകുന്നത്. പിക്ചർ എന്നാൽ പിന്നെ പിക്ചർ നോക്കി മനസ്സിലാക്കാൻ പറ്റും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബാലൻസ്ഡ് ആണ്, അൺബാലൻസ്ഡ് ആണ്.
അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ ഒന്ന് ചെയ്തേക്കണം. ഇതുകൂടാതെ ഫോഴ്സസിനെ നമുക്ക് വേറെ രീതിയിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരു കാറിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾ കാറിനെ തള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. നിങ്ങൾ പുറത്ത് നിന്നിട്ടാണ് തള്ളുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, ബാഹ്യബലമാണ്. ഇതേ കാറിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറി ഇരുന്നിട്ട് കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ നിങ്ങൾ ഇതുപോലെ ഉന്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? നിങ്ങൾ ഇന്റേണൽ ഫോഴ്സ് ആണ്, ആന്തരബലമാണ് കൊടുക്കുന്നത്. കാരണം എന്താണ്? നിങ്ങൾ കാറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഇന്റേണലി ഇരുന്നിട്ടാണ് നിങ്ങൾ ഫോഴ്സ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പഠിച്ചു നോക്കുക. എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട്, ഇന്റേണൽ ഫോഴ്സും ഉണ്ട്. ഈ ഇന്റേണൽ ഫോഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഇന്റേണൽ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും, സന്തുലിത ബലമായിരിക്കും. എന്തുകൊണ്ടാണ്? അത്ര സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിന് മുകളിൽ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കണമെന്ന് വിചാരിക്കുക. പക്ഷേ ഈ 10 ന്യൂട്ടൺ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സീറ്റിനെ, ഈ നമ്മൾ ഇരിക്കുന്ന സീറ്റിനെ പുറകോട്ട് പുഷ് ചെയ്യേണ്ടി വരുന്നുണ്ട് 10 ന്യൂട്ടൺ ഫോഴ്സിൽ തന്നെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വെറുതെ സ്റ്റിയറിംഗിനെ കൂടെ തള്ളാൻ മാത്രമല്ല, നമ്മൾ തള്ളണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചിങ്ങനെ പുഷ് ആവണം, ആയേ പറ്റുള്ളൂ, അങ്ങനെ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയോ, അങ്ങോട്ട് 10 ന്യൂട്ടൺ, ഇങ്ങോട്ട് 10 ന്യൂട്ടൺ. ദാറ്റ് ഈസ് കാറിൻ്റെ മുകളിലെ എഫക്റ്റീവ് ഫോഴ്സ് എത്രയാ? കാറിൻ്റെ മുകളിലെ എഫക്റ്റീവ് ഫോഴ്സ് 0 അല്ല ഉണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും 10 ന്യൂട്ടൺ ആണെങ്കിൽ ബാലൻസ് ഫോഴ്സ് ആണ്, എഫക്റ്റീവ് ഫോഴ്സ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ഇന്റേണൽ ഫോഴ്സും കൊടുത്തിട്ട് കാറിനെ തള്ളാൻ നോക്കിയാൽ കാറ് മുന്നോട്ട് പോവോ? ഇല്ല, കാറ് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. അപ്പോൾ കാറ് മുന്നോട്ട് പോകണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് പുറത്തിറങ്ങി തന്നെ കൊടുക്കണം. അപ്പോൾ പഠിച്ചു വെച്ചുകൂടാ, പരീക്ഷ ചോദിക്കും. ഓൾ ഇന്റേണൽ ഫോഴ്സ്, എല്ലാ ഇന്റേണൽ ഫോഴ്സും എന്തായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ബേസിക്കലി എന്താണ്? എഫക്റ്റീവ് ഫോഴ്സ് 0 ആയിരിക്കും. പഠിച്ചു പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹെൻസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ബോഡി ഡസ് നോട്ട് ചേഞ്ച് ഓൺ അപ്ലൈങ് ഇന്റേണൽ ഫോഴ്സ്. ഇന്റേണൽ ഫോഴ്സ് കൊടുത്താൽ, ആന്തരബലം കൊടുത്താൽ ഒന്നും മാറാൻ പോകുന്നില്ല ബേസിക്കലി, അല്ലേ? എല്ലാ ആന്തരിക ബലങ്ങളും ആന്തരബലങ്ങളും രണ്ട് സെയിം ആണ്, സന്തുലിത ബലങ്ങളാണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. അതിനാൽ ആന്തരിക ബലം കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് മോഷനോ റെസ്റ്റോ ഒന്നും മാറില്ല എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പരീക്ഷയിൽ ചോദിക്കാം, 1 മാർക്കിനൊക്കെ ചോദ്യം വരാം. ഓക്കെ, ഇനി അടുത്ത പഠിക്കാനുള്ള ചാപ്റ്ററിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്. ന്യൂട്ടന്റെ 1ാം ചലന നിയമം. 2ാം ചലന നിയമം ഒന്നും ഓണം എക്സാം ചോദിക്കില്ല, 3ാം ചലന നിയമം ചോദിക്കില്ല. ഫസ്റ്റ് ലോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. എവിടെ ഒരു ഫുട്ബോൾ വെറുതെ ഇരിക്കുകയാണ്, റെസ്റ്റിലിരിക്കുകയാണ്. വേറെ ഫോഴ്സ് ഒന്നും അവൻ്റെ മുകളിലെങ്കിൽ അവൻ റെസ്റ്റിൽ തന്നെയല്ലേ ഇരുന്നുകൊണ്ടിരിക്കുക, നിശ്ചല അവസ്ഥയിൽ തന്നെ ഇരിക്കില്ലേ? ആയിരിക്കും സാർ, അത്രയുള്ള പരിപാടി. ഒരു ഫുട്ബോൾ എന്നാൽ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്, മോഷനിലാണ്, ചലനാവസ്ഥയിലാണുള്ളത്. അവൻ്റെ മുകളിൽ വേറെ ഫോഴ്സ് ഒന്നുമില്ല, ഇൻക്ലൂഡിങ് ഫ്രിക്ഷൻ പോലത്തെ ഫോഴ്സ് ഒന്നുമില്ല, ഗ്രൗണ്ടിൻ്റെ ഫ്രിക്ഷൻ, ഘർഷണ ബലമൊന്നും ഇല്ലെങ്കിൽ അവൻ മോഷനിൽ തന്നെ തുടർന്നോളില്ലേ? ആ മോഷനിൽ തന്നെ തുടർന്നോളൂ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇതുള്ള പരിപാടി. എവറി ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഒന്നേ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് കണ്ടിന്യൂ, അല്ലെ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ആൻഡ് അൺടിൽ ആൻ അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ റെസ്റ്റിലുള്ളവൻ റെസ്റ്റിൽ നിൽക്കും, മോഷനിലുള്ളവൻ മോഷനിൽ തുടരും. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അസന്തുലിത ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലോ നേരേഖാ സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പഠിച്ചു വെക്കുക, പരീക്ഷയിൽ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കുക. ഈ ഫസ്റ്റ് ലോ ഓഫ് മോഷനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇനേർഷ്യ, ജഡത്വം. എന്താണ് ഇനേർഷ്യ? ഒരു റെസ്റ്റുള്ള വസ്തു റെസ്റ്റിൽ തുടരാനുള്ള ഒരു ടെൻഡൻസി ഇല്ലേ, ഒരു പ്രവണത ഇല്ലേ? ഒരു മോഷനുള്ള വസ്തു മോഷനിൽ തുടരാനുള്ള ഒരു പ്രവണത ഇല്ലേ? അതിനാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുക. അത്രേ ഉള്ളൂ. ഇനേർഷ്യ ഓഫ് എ ബോഡി ഇസ് എ ടെൻഡൻസി ഓഫ് ദ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം. റെസ്റ്റിൽ തുടരാനുള്ള പ്രവണതയെ നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കും. ഒരു വസ്തു റെസ്റ്റിൽ വെറുതെ നിൽക്കുകയാണ്, ആ റെസ്റ്റിൽ തന്നെ നിൽക്കാനുള്ള ഒരു പ്രവണതയല്ലേ ഉള്ളത്, വെറുതെ ഇത് മോഷനിലാവില്ലല്ലോ. അതിന് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കും. ഒരു വസ്തു ഓൾറെഡി മോഷനിലാണെങ്കിൽ അതിന് മോഷനിൽ തന്നെ തുടരാനാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ റണ്ണിങ് റേസ് ഒക്കെ ഓടുമ്പോൾ ഫിനിഷ് ലൈൻ എത്തുമ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. അതിനെന്താണ് നമ്മൾ വിളിക്കുക? മോഷനിൽ ഉള്ള വസ്തു മോഷനിൽ തന്നെ തുടരാനാണ് താല്പര്യം, അല്ലെ ടെൻഡൻസി ഉള്ളത്. അതിന് നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കും. അപ്പം റെസ്റ്റിൽ തുടരാനുള്ള ടെൻഡൻസിനെ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അഥവാ നിശ്ചല ജഡത്വം എന്ന് വിളിക്കും. മോഷനിൽ തുടരാനുള്ള ഇനേർഷ്യ നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ അഥവാ ചലന ജഡത്വം എന്ന് വിളിക്കും. പരീക്ഷയിൽ ഇതിൻ്റെ ഡെഫിനിഷൻ നല്ല ചോദിക്കുക. പരീക്ഷയിൽ ചോദിക്കും, കുറച്ച് സിറ്റുവേഷൻസ് എന്നിട്ട് ചോദിക്കും, ഇവിടെ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണോ ഇനേർഷ്യ ഓഫ് മോഷൻ ആണോ ചോദിക്കും. അത് പരീക്ഷയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ബസ് വെറുതെ നിൽക്കുകയാണ്, ബസ് പെട്ടെന്ന് അങ്ങോട്ട് മോഷനിലാവുമ്പോഴത്തേക്കും, റെസ്റ്റിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പെട്ടെന്ന് അങ്ങോട്ട് മോഷനിലാവുമ്പോഴത്തേക്കും, മോഷനിൽ പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും? പുറകോട്ട് വീഴും, ഇല്ല പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ. ഇതെന്തുകൊണ്ടാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കൊണ്ടാണ്, ഇനേർഷ്യ ഓഫ് മോഷൻ കൊണ്ടാണ് ചോദിക്കും. ചലന ജഡത്വം കൊണ്ടാണ്, നിശ്ചല ജഡത്വം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഇവരാദ്യം എന്താ അവസ്ഥയിലായിരുന്നു? സാർ ഇവർ ആദ്യം റെസ്റ്റിലായിരുന്നുള്ളത്. അപ്പോൾ അവരെന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്, അവർക്ക് റെസ്റ്റിൽ തുടരാനാണ് ഇഷ്ടം. അപ്പോൾ ബസ് ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ, അവരവിടെ തന്നെ നിൽക്കും, അപ്പോൾ അവർ നിലത്ത് വീഴും. അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്, നിശ്ചല ജഡത്വമാണ്. അപ്പോൾ അവരെന്തായിരുന്നു ആദ്യത്തെ അവസ്ഥ നോക്കുക, അതായിരിക്കും. അത് റെസ്റ്റിലാണെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്.
എന്നാൽ ഇമാജിൻ ചെയ്യുക ബസ്സും ഇവരും എല്ലാവരും കൂടെ നല്ല സ്പീഡിൽ 100 km/h പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി മോഷനിലാണ്, ഇവരും ഓൾറെഡി മോഷനിലാണ് ബസ്സിൻ്റെ വണ്ടി ഇരിക്കുന്നതുകൊണ്ട്. പെട്ടെന്ന് ബസ് എന്ത് ചെയ്തു? ബ്രേക്ക് ചവിട്ടി. അപ്പോൾ ഇവർ തെറിച്ച് വീഴും. എക്സാമിൽ ചോദിക്കും എന്തുകൊണ്ടാണ് തെറിച്ച് വീഴുന്നത്? ഇനേർഷ്യ മോശമാണോ ഇനേർഷ്യ ഫസ്റ്റാണോ? അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇവർ ഓൾറെഡി എന്താ അവസ്ഥയിലായിരുന്നു? മോഷൻ്റെ അവസ്ഥയിലായിരുന്നില്ലേ, ചലനാവസ്ഥയിലായിരുന്നില്ലേ? അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷനാണ്, ചലന ജഡത്വമാണ്. അപ്പോൾ അവർക്ക് മോഷനിലെ അവസ്ഥയിലായതുകൊണ്ട് മോഷനിൽ തന്നെ തുടരാനാണ് ഇഷ്ടം. അപ്പോൾ ബസ് ബ്രേക്ക് ചവിട്ടി, ഇവർ മോഷനിൽ തന്നെ തുടർന്നു, ഉരുണ്ട് പറഞ്ഞു വീണു. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇത് വെച്ചൊരു എക്സാമ്പിൾസ്, പല എക്സാമ്പിൾസും ചോദിക്കാം. ഒരു ബോട്ടിൽ വെച്ചു, പേപ്പർ വെച്ചു, പേപ്പർ ഒറ്റ വലി വലിച്ചു, പക്ഷെ ബോട്ടിൽ അവിടെ തന്നെ നിൽക്കുന്നു ഇങ്ങനെ. എന്തുകൊണ്ടാണ്? എന്ത് ഇനേർഷ്യയാണ്? എടോ ബോട്ടിൽ ഓൾറെഡി റെസ്റ്റിലായിരുന്നില്ലേ, അപ്പോൾ അവൻ റെസ്റ്റിൽ തുടരാനുള്ള ഇഷ്ടം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, നിശ്ചല ജഡത്വം. അത്ര ആലോചിച്ചാൽ മതി. നെക്സ്റ്റ്, ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഗ്ലാസ് ഇങ്ങനെ ആക്കി, ഗ്ലാസ്സും വെള്ളം കൂടി ഇങ്ങനെ സ്പീഡിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഗ്ലാസ്സിൽ നിന്ന് കപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? കപ്പ് നമ്മൾ നിർത്തി, അപ്പോൾ വെള്ളം തെറിച്ചു. എന്ത് ഇനേർഷ്യയാണ്? അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ വെള്ളം ഓൾറെഡി മോഷനിലായിരുന്നില്ലേ? വെള്ളവും ഗ്ലാസ്സും രണ്ടുപേരും ഓൾറെഡി എന്തായിരുന്നു? ആദ്യം എന്തായിരുന്നു? മോഷനിലായിരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മൾ കപ്പിൻ്റെ റെസ്റ്റിൽ കൊണ്ടുവന്നു, അപ്പോൾ വെള്ളം തെറിക്കേണ്ടി വന്നു. കാരണം എന്താണ്? വെള്ളം ഓൾറെഡി മോഷനിലായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷനാണ് ഇവിടെ. അപ്പോൾ ആദ്യത്തെ അവസ്ഥ നോക്കുക. ആദ്യം മോഷനിലായിരുന്നോ? ഇനേർഷ്യ ഓഫ് മോഷൻ. ആദ്യം റെസ്റ്റിലായിരുന്നു, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അത്രേ ഉള്ളൂ. അപ്പം മുൻപത്തെ അവസ്ഥ നോക്കുക. വീണ്ടും ഒരു ക്യാരംസ് ഇങ്ങനെ വെച്ചിട്ട്, കപ്പ് വെച്ചിട്ട് ഒരു ക്യാരം തട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടെ അവിടെ കൃത്യം നിലത്ത് വന്ന് നിൽക്കും. കാരണം എന്താണ്? അവരാദ്യം റെസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ അവൻ്റെ റെസ്റ്റിൽ തുടരാനാണ് ഇഷ്ടം. നിശ്ചല നടത്തും, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അച്ചറ്റ്. അടുത്ത വീണ്ടും ആലോചിച്ച് നോക്ക്. ഒരു കാർപ്പറ്റിൽ അടി അടിക്കുമ്പോൾ പൊടി തെറിക്കും. എന്തുകൊണ്ടാണ്? എടോ കാർപ്പറ്റിൽ പൊടി ഉണ്ടായിരുന്നു, പൊടി റെസ്റ്റിലായിരുന്നുള്ളൂ അല്ലേ? കാർപ്പറ്റിൽ പൊടി ഉണ്ടായിരുന്നു, പൊടി റെസ്റ്റിലായിരുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാർപ്പറ്റിനെ അടിച്ചപ്പോൾ കാർപ്പറ്റ് തെറിച്ചു പോയി, റെസ്റ്റിലുണ്ടായിരുന്ന പൊടി നിലത്തേക്ക് വീണു. അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആയിരുന്നു. ഒരു മാവിൽ കാറ്റടിക്കുമ്പോൾ മാങ്ങ നിലത്ത് വീഴുന്നു. എന്തുകൊണ്ടാണ്? വീണ്ടും നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി. മാങ്ങ എന്താ അവസ്ഥയിലായിരുന്നു? ആദ്യം റെസ്റ്റിലായിരുന്നു, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ലോജിക്ക് എന്താണ്? ലോജിക്ക് വളരെ സിമ്പിളാണ്. എടോ നിശ്ചല അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കാറ്റടിച്ചപ്പോൾ ചിലപ്പോൾ എന്താണ്? ഇതിൻ്റെ കമ്പ് അങ്ങോട്ട് തെറിച്ച് പോയിട്ടുണ്ടാവും. ഇവൻ്റെ റെസ്റ്റിൽ തന്നെ തുടരാൻ ഇഷ്ടം, അപ്പോൾ കമ്പ് അങ്ങോട്ട് പോകുന്നു. ഇവൻ്റെ റെസ്റ്റിൽ തുടരാൻ ഇഷ്ടം, അപ്പോൾ അടർന്നു പോകുന്നു, നിലത്ത് വീഴുന്നു. അപ്പോൾ ആദ്യത്തെ അവസ്ഥ നോക്കുക. ആദ്യത്തെ അവസ്ഥ റെസ്റ്റിലായിരുന്നില്ലേ? അപ്പോൾ ഇനേർഷ്യ റെസ്റ്റ്. പൊടി ആദ്യത്തെ അവസ്ഥ റെസ്റ്റിലായിരുന്നില്ലേ? ഇനേർഷ്യ റെസ്റ്റ്. ഇവരെല്ലാവരും ആദ്യത്തെ അവസ്ഥ റെസ്റ്റിലായിരുന്നില്ലേ? ഇനേർഷ്യ റെസ്റ്റ്. ഇത് ആദ്യം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷൻ. റെസ്റ്റിലായിരുന്നില്ലേ? ഇനേർഷ്യ റെസ്റ്റ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ ബ്രേക്ക് ചവിട്ടി, ഇനേർഷ്യ മോഷൻ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം കൂടെ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കണം. ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ ഓണം എക്സാമിന് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഒബ്വിയസ്ലി ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിനും പബ്ലിക്കിലൊക്കെ നിങ്ങൾ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കുകയും വേണം. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരിക്കുകയും വേണം. അതൊക്കെ ചെയ്യണം. ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ചാപ്റ്റർ ടോപ്പിക് വൈസായി പഠിപ്പിച്ചു തരും. ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് ലെറ്റേഴ്സ് സെക്ഷനിലെ ചോദ്യങ്ങൾ ചെയ്യും, ടെക്സ്റ്റ് ബുക്കിന് ഉള്ളിലുള്ള ചോദ്യങ്ങൾ ചെയ്യും. പ്രീവിയസ് ഇയർ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, പബ്ലിക് എക്സാം എല്ലാ വർഷത്തെയും ചോദ്യം നിങ്ങൾക്ക് ചെയ്തു തരും കംപ്ലീറ്റ് ആയിട്ട് ആൽഫ ബാച്ചിൽ. ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ക്രിസ്മസിലും പബ്ലിക്കിലും ഒക്കെ ആവശ്യമുള്ളതാണ്. ജോയിൻ ചെയ്താൽ, ഇപ്പോൾ ജോയിൻ ചെയ്തവർക്ക് ഓഫർ ഉണ്ടോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എനിവേ ഓണം എക്സാമിന് ഇത്രയും മതി. പക്ഷേ ഈ ചാപ്റ്റർ മാത്രമേ ഈ രീതിയിലുള്ള ഡിസ്കൗണ്ട് ഉള്ളൂ നിങ്ങൾക്ക്. എന്ത് പൈസ ഡിസ്കൗണ്ട് അല്ല, ചാപ്റ്ററിൻ്റെ സിലബസിൽ ഡിസ്കൗണ്ട് എക്സാം ഗവൺമെൻറ് നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ എന്താണ് ഫുള്ളായിട്ടുണ്ട്. അത് പോയി പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല, ഗ്യാരണ്ടി. ഓക്കെ, റെഡി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓൾ ദി ബെസ്റ്റ്.